നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി റൂമിൽ കയറണം. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങളെല്ലാവരും ഇവിടെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. അച്ഛൻ കൂടെ ബാഗ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, പ്രജേലിയ വീട്ടിലേക്ക്. അച്ഛൻ ബാഗൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ബാഗ് ചെന്ന് കൊടുക്കണം. തണുക്കുണ്ടല്ലേ? നിങ്ങൾക്ക് തണുക്കുണ്ട്, അച്ഛന് തണുക്കുണ്ട്. എന്തൊരു അത്ഭുതം. സാധാരണ ഈ മനുഷ്യൻ ഏറ്റവും കുറേ ചൂടുണ്ടാവാറ്. തണുക്കുന്നു. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ രക്ഷ ഉണ്ടാവും വിചാരിച്ച് സന്തോഷിച്ച് വന്നത്. പക്ഷെ എയർപോർട്ടിനുള്ളിൽ നല്ല തണുപ്പാണ്. ഇൻഡിഗോ. നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഇനി നമുക്ക് ഗേറ്റ് തപ്പിപ്പോണം. ഗേറ്റ് തപ്പിപ്പോയിട്ട് ഉണ്ണണം വല്ലതും. പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഉണ്ണും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റിൽ എന്തെങ്കിലും പല നക്കാപ്പിച്ച വല്ലതും കിട്ടുമായിരിക്കും. ഇവിടെ ഗേറ്റ് നമ്പർ 2 ആണ്. നമ്മളിവിടെ കാലിയായ സ്ഥലത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ബസ് വിളിച്ചിട്ട് ഫ്ലൈറ്റിനടുത്തേക്ക് പോകണം. പറഞ്ഞ് ബാക്കിൽ ചെന്നിട്ട് ഞങ്ങളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുവേണ്ടി പോവാണ്. സ്ഥലമാണപ്പാ. ആവെല്ലാം കൂടെ മരവിച്ചു പോയി തണുത്തിട്ട്. കാച്ചി നമ്മൾ സീറ്റിലെത്തി. എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വരി ഇന്നും ആളൊന്നും ഉണ്ടാവില്ല. ഹലോ, അങ്ങനെ മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. അച്ഛൻ നല്ലോണം ഉറങ്ങിയില്ല ഫ്ലൈറ്റിന്. ഞങ്ങളങ്ങനെ മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കളക്ഷൻ ഫ്ലൈറ്റാണ് ഞങ്ങൾക്ക് കോഴിക്കോടിലേക്ക്. അപ്പം നമുക്കിവിടെ എനിക്ക് തോന്നുന്നു 1 മണി വരെ അല്ലേ നിൽക്കാനുള്ളത്. നമുക്ക് 1 മണി വരെയാണ് ഇവിടെ നിൽക്കാനുള്ളത്. അപ്പം ഇനി ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് എനിക്ക് ആകെ ട്രെയിനിൽ ഒരു സാൻഡ്വിച്ച് കിട്ടി, അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ ടേം 1 നമുക്ക് നമ്മുടെ കോഴിക്കോടേക്കുള്ള ഫ്ലൈറ്റും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റും എല്ലാം ടേം 2 ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പം നമ്മളിനി മുംബൈ എയർപോർട്ടിൽ നിന്ന് ബസ് വിളിച്ച് പോകേണ്ടി വരും ടേം 2ലേക്ക്. ബസ്സിലാണ് പോകാറുണ്ട്. നമ്മൾ ബസ് കയറി അങ്ങനെ നമുക്ക് ടേം 2ലേക്ക് പോകാം. യെസ്, ഞങ്ങൾ ബസ്സിൽ നിന്നെത്തി. പക്ഷെ ബസ്സിൽ നിന്ന് ഇറങ്ങി ടെർമിനൽ 2ലെത്തി. നമുക്ക് നേരെ നമുക്ക് ബാഗ് ചെക്കിങ് ഒന്നുമില്ല. അപ്പോൾ ചെക്കിങ്ങിന് നമുക്ക് നേരെ സെക്യൂരിറ്റി ചെക്കിങ് കിടക്കാം. എന്ത് വലിയ എയർപോർട്ടാണ്. സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ബോർഡിംഗ് പാസ് പോലും കാണിക്കാണ്ട് ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഏത് ഫ്ലൈറ്റിലാ അച്ഛാ? ഇനി നമ്മൾ നേരെ നമ്മൾ ഇനി സെക്യൂരിറ്റി ചെക്കിന് പോവാണ്. അതിന് മുമ്പ് എനിക്ക് മുള്ളാനൊക്കെ മുട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാത്റൂമും കൂടെ കണ്ടുപിടിക്കും. കടന്നു പോകണം ദൈവമേ. നമ്മൾ ബോർഡിംഗ് പാസിന്റെ മുഖത്ത് കാണിച്ചുകൊണ്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് കിടക്കുന്നു. അടച്ചോനെ. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഇനി പോകാൻ പോകുന്നതാണ് നമ്മുടെ ഗേറ്റിലേക്ക്. ഒരു വലിയ തിരക്കിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഗേറ്റ് തപ്പി പോകുന്നത്. എന്ത് വലിയ തിരക്കായിരുന്നു തന്നെ. നോക്കിക്കേ, എയർപോർട്ടിൽ മീമികൾ. ഓ ഫൈനലി ഞങ്ങൾ മുള്ളിക്കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫുഡ് തപ്പും, അല്ലെങ്കിൽ നമുക്ക് നേരെ ഗേറ്റിൽ ചെല്ലാം. അപ്പോൾ ചേട്ടനും ബാസിച്ചേട്ടൻ ആ വഴിയും നമ്മൾ ഈ വഴിയാണ്. പക്ഷേ രണ്ടാകുന്നു. ഇതിലെന്താണ് അച്ഛന് പറയാനുള്ളത്? അച്ഛനെന്താണ് പറയാനുള്ളത്? നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എന്തായാലും നിങ്ങൾ എയർപോർട്ട് വന്നല്ലേ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം.
കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുക. മറ്റേ ജഗതി അതിനെന്താ ക്യാമറമാൻ കാണിച്ചു കൊടുത്തതാ. ക്യാമറമാൻ അതിന് ഉത്തരം പറയണം. ദർശകരെ ഞാനും ഡാഡിയും കൂടെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് കറങ്ങി നടക്കാൻ വേണ്ടി വന്ന. കാരണം 3 മണിക്കൂർ സമയം കൂടെ ഞങ്ങളുടെ കൂടെ തെണ്ടി നടക്കും. പുരാനി മഹൽ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. സമയം എത്ര? 11:15. ഞങ്ങൾ വെറുതെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് 1:20 ഫ്ലൈറ്റിൽ. അപ്പോൾ ഞങ്ങൾ ഒരു 12-12:30 ആകുമ്പോഴെങ്കിലും കയറേണ്ടി വരില്ലേ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ശരി, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിനി ഗേറ്റിലെ അടുത്തേക്ക് പോകണേ. 1:20 നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം കടക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ 65 ഗേറ്റ് നമ്പർ 65 ഈ സൈഡിലേക്ക് പോയാൽ മതി. 65-ലെത്തി. നമ്മൾ പ്ലെയിനിൽ കയറി പ്രേക്ഷകരെ നമ്മൾ സീറ്റിലെത്തി. ഇവിടുന്ന് വൈകുന്നേരം നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തുന്നതായിരിക്കും. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. തിരിച്ച് വീട്ടിൽ പറയോ? നമ്മളങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി. നമ്മളുടെ നാട്ടിലെത്തി. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബാഗ് എടുക്കണം. നമ്മുടെ ബാഗ് വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു. ഞങ്ങൾ അവിടെ കയറി ചെന്നതും ഞങ്ങളുടെ ബാഗ് വേഗം വന്ന് എന്താ പറഞ്ഞൂടെ, ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. വണ്ടി എടുക്കണം, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകണം. എനിക്ക് ഞങ്ങളുടെ വണ്ടി വീട്ടിലായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് വീട്ടിൽ പോകണം. ഇവിടുന്ന് വീട്ടിലേക്ക് എനിക്ക് 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ട്. ഒരു വലിയ യാത്രയാണ്. മാമൻ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കി തരും. അപ്പം നമുക്ക് സമയം വേസ്റ്റ് ചെയ്യണ്ട, നേരെ വീട്ടിലെത്തിയിട്ട് വേണം. കുറേ ദിവസം പുറത്ത് പോയിട്ട് പിന്നെ നാട്ടിൽ വരുന്നൊരു ഫീല്. വെറുതെ പറഞ്ഞല്ല. ബാഗ് എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെക്കും. എന്നിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് പ്രേക്ഷകരേ. എന്തോ ഒരു സന്തോഷം. പക്ഷേ ഇത് തണുപ്പില്ല, കൂടുതലായിട്ട് ചൂടുമില്ല, എന്തോ സുഖം. ഞാനങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ ചാർജ് തീരാതായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. നമുക്കിനി ഇതേപോലത്തെ വലിയ ട്രാവൽ വ്ലോഗ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.